പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് കൂടെ കയറി പോകാൻ പോവാം. ഇന്നത്തെ രാവിൽ ഇരട്ട ഇജാബത്ത് അള്ളാഹു ഇറക്കുന്നുണ്ട്. എന്തു ചോദിച്ചാലും കിട്ടുന്നൊരു സൗഭാഗ്യമുണ്ട്. അത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു പ്രഗത്ഭമായ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഒരു വചനം ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരു 3 വട്ടം ഇന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇജാബത്ത് മുന്നിലിറങ്ങും. ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്. ആ വലിയ സൗഭാഗ്യം കിട്ടുന്ന ആ പരിശുദ്ധമായ കലിമത്ത് എന്താണെന്ന് അറിയണ്ടേ? അതോടൊപ്പം ഇന്നത്തെ രാത്രി നമ്മൾ ഓർത്ത് പാരായണം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കേസുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട റമളാനിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര സൗഭാഗ്യമാണ് റമളാനിൻ്റെ ഈ പരിശുദ്ധമായ ശുദ്ധവായു. ആ ഒരു മോമെൻ്റ് നമുക്ക് അല്ലാഹ് തന്നില്ലേ? എത്ര നിഅമത്ത് ചെയ്താലും മതിയാകില്ല. ഈ റമളാനിൻ്റെ തലേന്നാൾ, കഴിഞ്ഞ രാത്രികളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ മരണപ്പെട്ടു പോയ ആളുകൾ എത്രയാണ്? റമളാൻ കിട്ടാതെ സൗഭാഗ്യം തന്നില്ലേ പടച്ചവൻ? നമ്മൾ ഏറ്റവും വലിയ നിഅമത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയണം, പരമാവധി ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഭാഗത്തിലാണ് നമ്മളുള്ളത്. അതായത് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്നത് പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. അൽഹംദുലില്ലാഹ്, ഏറ്റവും ഒരു സൗഭാഗ്യത്തിൻ്റെ പെരുമഴ. അള്ളാഹു ഇരട്ടി മധുരം. ഒന്ന് പരിശുദ്ധ റമളാനാണ്. ആ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും. ഈ സൗഭാഗ്യം ഒരു വിശ്വാസിയുടെ കയ്യിൽ കിട്ടിയിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ മുറാദെല്ലാം ഹാസിലാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോൾ എന്നാ പറ്റുക? വലിയ നഷ്ടമായി പോകും. അതുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കുന്നത്. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യം തുടക്കം, അതേപോലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, ഈ പരിശുദ്ധമായ സുദിനത്തിൽ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട ദുആക്ക് വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളി എന്താ? ദുആയാണ്. മുഅ്മിനിൻ്റെ ആയുധമാണ്. ആ ദുആ റമളാൻ മുഴുവനും ഫുത്തിഹത്ത് അബ്വാബുസ് സമാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശത്തിൻ്റെ വാതിലുകളെല്ലാം ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ റമളാനിൽ തുടക്കം മുതൽ റമളാൻ അവസാനിക്കുന്ന രാവ് വരെ, ദിവസം വരെ നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേക ഇജാബത്തുണ്ടാകും. അതിനാണ് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. എന്നാൽ പരിശുദ്ധ വെള്ളിയാഴ്ച രാവോ, ഏത് വെള്ളിയാഴ്ച രാവാണെങ്കിലും ഇജാബത്ത് ഉറപ്പാണ് എന്ന് ഹദീസുകൾ മനസ്സിലാക്കി ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു. ഇജാബത്ത് ഉറപ്പാണ്, ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇരട്ട ഇജാബത്ത് നിൽക്കുന്ന ഈ പരിശുദ്ധമായ ഈ റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ, ഈ പരിശുദ്ധമായ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? ഇന്നത്തെ പരിശുദ്ധമായ ഈ റമളാനിൻ്റെ ഈ ദിവസത്തിൽ പ്രത്യേക സ്പെഷ്യൽ ഒരു ദുആ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച്, അവിടുത്തെ ശൈലികൾ മനസ്സിലാക്കി വെച്ച മഹാരഥന്മാരായ മഹത്തുക്കൾ അവരുടെ രേഖകളിൽ പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ, ഈ ദിവസത്തിൽ സ്പെഷ്യലായി ഈ ദുആ ചോദിക്കുന്നതിൽ ഒരുപാട് ഖൈറുണ്ട്, ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദുആ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആ. ഈ ദുആ ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ വന്നു ചേരും. ആ ദുആയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമ സ്വാഇമീന വഖിയാമി ഖിയാമൽ ഖായിമീന വനബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീൻ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസുരീൻ എന്ന് പറയുന്ന മനോഹരമായ ദുആ. ഇത് റമളാൻ 1ൻ്റെ ദുആയാണ്. ഇതിന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് യഥാർത്ഥ നോമ്പുകാരുടെ നോമ്പിലാക്കണം. ചുമ്മാ പട്ടിണി കിടക്കുന്ന ആൾക്കാരുടെ നോമ്പിലാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാഇമീങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളുടെ നോമ്പിനാക്കി തരണം. ഞങ്ങളുടെ ഈ തറാവി നിസ്കാരം, വിത്തർ, ഖിയാമുൽ ലൈൽ, അതേപോലെ തഹജ്ജുദ്, ഈ നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സകല നിസ്കാരങ്ങളും അല്ലാഹുവേ യഥാർത്ഥ ഖായിമീങ്ങളുടെ, സ്വീകരിക്കപ്പെടുന്ന നിസ്കാരക്കാരിൽ ചേർക്കണം. ഞങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തണം. റമളാനാണ്, ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഫർദിൻ്റെ കൂലിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് നല്ല ഓർമ്മയും ശ്രദ്ധയും വേണം. ഞങ്ങൾക്ക് നീ എൻ്റെ സഹായം വേണം. സഹായിക്കുന്ന അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണം, ഇലാഹായ റബ്ബേന്ന. അൽഹംദുലില്ലാഹ്, ഇത് പരിശുദ്ധമായ ഇന്നത്തെ ദിവസത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ട ദുആയാണ്. മാത്രമല്ല, ഇന്ന് മഗ്‌രിബോടെ കയറി വരുന്നത് പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം, ഒരു 300 സ്വലാത്തിൽ കുറയാതെ സ്വലാത്ത്,
അത് ചൊല്ലുന്നൊരു ശൈലി ഉണ്ടാകണം നമുക്ക്. ഏത് സ്വലാത്തും ചൊല്ലാം. മഹാന്മാരായ സൂഫിയാക്കൾ സ്വലാത്തിന് ഒരു മജ്‌ലിസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ അവർ മനസ്സറിഞ്ഞ് പലപ്പോഴും കൈകാര്യം ചെയ്യാറുള്ള, നമുക്കെല്ലാം സുപരിചിതമായി മഅറൂഫായ ഒരു സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറയുന്ന ഈ ഒരു സ്വലാത്ത് പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സൂഫിയാക്കൾ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദൊക്കെ ഇജാസത്തോടുകൂടെ ഒരുപാട് മസ്ജിദുകളിൽ കൈകാര്യം ചെയ്തു കൊടുത്തിട്ടുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആല് സ്വഹാബത്തിനും എല്ലാം കിട്ടുന്ന തരത്തിൽ, സലാത്തും സലാമും കവർ ചെയ്യുന്ന തരത്തിൽ, എല്ലാവിധ ബറക്കത്തും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് സംവിധാനിച്ചത്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് ഇന്നൊരു 300 വട്ടം പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ സ്വലാത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്തെല്ലാം നിയ്യത്തുകൾ വെക്കുന്നുണ്ടോ, ആവശ്യങ്ങൾ എന്താണ്, എന്ത് ഹാജാത്തുകളാണ്, അള്ളാഹു വീട്ടിത്തരുന്നതാണ്. അങ്ങനെ സ്വലാത്ത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ രാവും കൂടെയാണല്ലോ, റമദാൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. ഇന്നത്തെ തറാവീഹ് മുടങ്ങാൻ പാടില്ല. ഇന്നത്തെ പരിശുദ്ധമായ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ദിവസത്തെ തറാവീഹ് പൂർണ്ണമായി നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പൊറുക്കും ഓൾറെഡി. പിന്നെയോ രണ്ടാമത്തെ തറാവീഹ് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കട്ടെ മരിച്ചു പോകട്ടെ, അവർക്ക് വല്ലാത്ത സൗഭാഗ്യമാണ്, അവരുടെ തെറ്റ് പൊറുക്കാൻ കാരണമാകും. അപ്പോൾ സ്വന്തം ഉമ്മയോട് ബാപ്പയോട് സ്നേഹമുള്ളവർ മുടക്കാത്ത തറാവീഹാണ് രണ്ടാമത്തെ തറാവീഹ്. അൽഹംദുലില്ലാ, എത്ര സൗഭാഗ്യമാണ്. ഒരാൾക്കും മുടങ്ങാൻ പാടില്ല. അത് പ്രത്യേകം ഓർത്തു വെക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ രാത്രി മാക്സിമം നമുക്ക് എന്തൊക്കെ ദീനിയായിട്ട് അമലായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത് പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. ഖുർആൻ പാരായണങ്ങൾ പ്രത്യേകിച്ച് പരിഗണിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മുടെ കാര്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അതെല്ലാം ഓർമ്മ വേണം എന്നുകൂടെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പ്, പരിശുദ്ധമായ നമ്മുടെ വ്രതാനുഷ്ഠാനം അത് അള്ളാഹു പറഞ്ഞ തരത്തിൽ, അള്ളാഹു നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാകണം. അപ്പോഴേ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന തരത്തിൽ നമ്മുടെ പരിശുദ്ധമായ നോമ്പുകൾ ആയിത്തീരുന്നത്. പിന്നെ നോമ്പ് തുറക്കുന്ന വേളയിലുള്ള ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന് വല്ലാത്ത ഇജാബത്താണ്. ഇതെല്ലാം ചേർത്തി കൊടുക്കണം പരിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കലോടെ കയറി വരുന്നത് പരിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ സ്പെഷ്യൽ അവ്വലുഹു റഹ്മത്തുൻ, റഹ്മത്തിൻ്റെ 10ആണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നോമ്പ് തുറന്നിട്ട് അതിന് മുമ്പ് ശേഷമൊക്കെ ദ്വാരക്കുമ്പോൾ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റണം നമുക്ക്. കാരണം ഇന്ന മലക്കൻ മുവക്കലൻ ബിമൻ യഖൂലു യാ റഹ്മർ റഹീമീൻ, യാ റഹ്മർ റഹീമീൻ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ലോകത്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ മലക്കിനെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താ? ഇതാരെങ്കിലും പറയുന്നുണ്ടോ? ഏത് യാ റഹ്മർ റഹീമീൻ എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ മലക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു യാ റഹ്മർ റഹീമീൻ. അങ്ങനെ പറയുമ്പോൾ തലാസ മറാത്ത് 3 വട്ടം ഒരാൾ പറഞ്ഞാൽ, യാ അർഹമർ റഹീമീൻ എന്ന് 3 വട്ടം ഒരാൾ പറഞ്ഞാൽ, ഇന്ന അർഹമർ റഹീമീന ഖദ് അഖ്ബല അലൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഈ മലക്ക് വിളിച്ചു പറയും, നിങ്ങൾ വിളിക്കുന്ന അർഹമർ റഹീമീനില്ലേ, ഏറ്റവും കരുണ ചെയ്യുന്നവനായ റഹ്മാനായ അള്ളാഹു, ആ അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, ചോദിച്ചോളൂ അള്ളാഹു തരുമെന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇജാബത്ത് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഒക്കെ ധൈര്യമായിട്ട് ചോദിക്കാൻ. ഇതാണ് അള്ളാഹ് വന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇജാബത്ത് ബറക്കത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3 വട്ടം ഈ ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് എന്തും അള്ളാഹിനോട് ചോദിക്കാം. ഈ പരിശുദ്ധമായ ദിക്ർ വല്ലാത്ത ഫളുള്ള ദിക്റാണ്. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീൻ്റെ വാക്കിലൂടെ പഠിപ്പിച്ച ദിക്റാണ്. ഇത് ആദ്യത്തെ 10 സജീവമായി നമ്മൾ ചെയ്യേണ്ടതും ചൊല്ലുന്നതുമായ ദിക്റാണ്. ഇത് ഇന്നത്തെ രാത്രിയിൽ ആവർത്തി പാരായണം ചെയ്ത് ഈ യാ അർഹമർ റഹീമീൻ ഒരു 1000 വട്ടം ഒരാൾ ഓതിയിട്ട് ഇന്നത്തെ പരിശുദ്ധമായ റമദാനിൻ്റെ രാത്രിയിൽ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ, ഇന്നത്തെ നമ്മൾ അത്താഴ നേരത്ത് എണീക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, വേണ്ട അത്താഴ സമയത്ത് എണീറ്റു, ഒരു ഉമ്മാക്ക് നിസ്കാരം പറ്റില്ലാത്ത പീരീഡാണ്, കുഴപ്പമില്ല, അത്താഴ നേരത്ത് എണീറ്റു, യാ അർഹമർ റഹീമീൻ പറയാൻ തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. ഈ ദിക്ർ ഒരു 1000 വട്ടം ചൊല്ലി അല്ലെങ്കിൽ 100 വട്ടം ചൊല്ലി അള്ളാഹിനോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ രാത്രി നേരം വെളുക്കുന്നതിന് സുബഹി ബാങ്കിന് മുമ്പ് കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. കാരണം ഇന്നത്തെ രാവ് അങ്ങനത്തെ രാവാണ്.
തീർച്ചയായിട്ടും ഓർമ്മ വേണം, എല്ലാം പരിഗണിക്കണം, ഒരു നന്മയും പോകാൻ പാടില്ല. അള്ളാഹു സഹായിക്കട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു, ഒരുപാട് പേര് സന്തോഷം പറഞ്ഞു. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله